ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നന്മ അതിൽ ഭാഗഭാക്കാവുക, അത് ധാരാളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നന്മകൾ ലഭ്യമാകുന്ന വേദികളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ആവേശത്തോടുകൂടിയാണ്, ഈ സദുദ്ദേശപൂർവമാണ് ഞാനും നിങ്ങളും എല്ലാവരും ഇപ്പോൾ ഈ വേദിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദി വിട്ടു പിരിയുന്നതിന്റെ മുമ്പ് തന്നെ എന്തു തന്നെ പാപങ്ങൾ സംഭവിച്ചവരാണ് നമ്മളെങ്കിലും ഈ മഹത്തായ പാപമോചനത്തിന്റെ നാളുകളിൽ അല്ലാഹു നമുക്ക് പാപമോചനം നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൽ വിശക്കുകയും ദാഹിക്കുകയും ക്ഷീണം സഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ ആ ദാഹവും വിശപ്പും ക്ഷീണവുമൊന്നും വകവെക്കാതെ അല്ലാഹുവിന്റെ ദീന് വികലമാക്കുന്ന കക്ഷികൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ബദർ ചരിത്രത്തിന്റെ ഓർമ്മകൾ എന്റെയും നിങ്ങളുടെയും മനസ്സുകളിലേക്ക് കടന്നു വരുന്ന മഹനീയമായ സന്ദർഭമാണിത്. ചരിത്രത്തിൽ ഇതുപോലൊരു റമളാൻ 17-ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും 319ഓളം വരുന്ന സഹാബികളുമടങ്ങുന്ന ബദരീങ്ങളുടെ ബദർ സൈന്യം ബദർ യുദ്ധത്തിന് വേണ്ടി ബദർ പോർക്കളത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. മറുപക്ഷത്തുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും ആദർശ ശത്രുക്കളായ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള 1000ഓളം വരുന്ന സൈന്യങ്ങളാണ്. നാം അറിയണം, ആ സംഘട്ടനത്തിൽ അർഹമുർ-റാഹിമീനായ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം കിട്ടിയ ബദരീങ്ങൾ ലോകത്ത് ആദരവോടുകൂടി ഓർക്കപ്പെടുകയാണ്. ആ ബദരീങ്ങളുടെ എതിർപക്ഷത്ത് നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളോട് പൊരുതി തോറ്റോടിയ അബൂജഹലിന്റെ പട്ടാളവും അവനും ഇന്ന് ലോക മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വെറുപ്പിന്റെ കഥാപാത്രങ്ങളാണ്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഒരു കൂട്ടർ നമ്മുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനം നേടിയപ്പോൾ മറ്റേ കൂട്ടരെ നാം വെറുപ്പോടുകൂടെ കാണേണ്ടി വരുന്നു? എന്തുകൊണ്ട്? വ്യക്തിപരമായ വിദ്വേഷങ്ങളായിരുന്നില്ല ബദറിലേക്ക് നയിക്കപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സഹാബിമാർക്കോ അബൂജഹൽ അടക്കമുള്ള ഒരാളോടും വ്യക്തിപരമായ ഒരു വിദ്വേഷവും ഉണ്ടായിരുന്നില്ല. അവരിൽ വലിയ സമ്പന്നരുണ്ടായിരുന്നു, അരോഗദൃഢഗാത്രരായ മക്കളുള്ള വലിയ വലിയ പ്രമാണിമാരുണ്ടായിരുന്നു. പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സഹാബത്തിനോ
മറുകക്ഷിയുടെ സമ്പത്തിന്റെ പേരിലോ അവർക്ക് മക്കളുണ്ടായതിന്റെ പേരിലോ സ്വാധീനമുണ്ടായതിന്റെ പേരിലോ സമ്പത്തുണ്ടായതിന്റെ പേരിലോ അസൂയയുണ്ടായിട്ടല്ല, വിഷമമുണ്ടായിട്ടില്ല, വെറുപ്പുണ്ടായിട്ടില്ല, വിദ്വേഷമുണ്ടായിട്ടില്ല. പിന്നെ ബദർ എന്തിനു നടന്നു? പിന്നെ ബദറിൽ ചോരയും തമ്മിൽ എന്തിനേറ്റുമുട്ടി? അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഞാനും നിങ്ങളും നമ്മുടെ നെഞ്ചിലേറ്റി നടക്കുന്ന 5 നേരത്തെ ബാങ്കൊലികളിലൂടെ, ഇഖാമത്തിലൂടെ, നമസ്കാരത്തിലൂടെ, വൈവിധ്യമാർന്ന നമ്മുടെ ദുആ ദിക്റുകളിലൂടെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്ന മഹനീയമായ തൗഹീദിന്റെ ആദർശം, ആ ആദർശത്തെ വളരാൻ അനുവദിക്കില്ല. അതിനെ പല്ലും നഖവും സമ്പത്തും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എതിർത്തേ ഞങ്ങൾ അടങ്ങൂ എന്ന് കട്ടായം ചെയ്തുകൊണ്ട്, ശപഥം ചെയ്തുകൊണ്ട് പുന്നാര റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തൗഹീദി പ്രബോധനങ്ങളെ അവരുടെ സമ്പത്തിന്റെ കയ്യൂക്കുകൊണ്ട് നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീരുമാനമെടുത്തതാണ്. പാവങ്ങളായ മുഹാജിറുകളായ ആളുകൾ മക്ക വിട്ട് മദീനയിലേക്ക് അഭയം തേടേണ്ടി വന്നത് സുഖവാസ കേന്ദ്രം തേടി വന്നതായിരുന്നില്ല. അവർ സമ്പന്നരായിരുന്ന സഹാബിമാര് മക്കയിൽ അവരുടെ സമ്പത്ത് വിട്ടുപോയി. വലിയ വലിയ കൃഷിത്തോട്ടങ്ങളും കാരക്കത്തോട്ടങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന സഹാബിമാർ, ഞങ്ങൾക്കതൊക്കെ ദീനിന്റെ മാർഗത്തിൽ ഞങ്ങൾക്കതൊക്കെ അവഗണിക്കാവുന്നതേയുള്ളൂ എന്ന ദൃഢമായ തീരുമാനത്തോടുകൂടി സമ്പത്തും സൗകര്യങ്ങളും മക്കാരാജ്യത്തിൽ ശത്രുക്കൾ എന്തും വേണമെങ്കിൽ ആസ്വദിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടുകൊടുത്തുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ആ ആഹ്വാനം കേട്ടുകൊണ്ട് സഹാബിമാര് മദീനയിലേക്ക് വന്നത് ആരോടെങ്കിലും വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടായിരുന്നില്ല. ആദർശം സംരക്ഷിക്കപ്പെടണം, ആദർശം ഈ രാജ്യത്ത് നിലനിൽക്കണം, ആദർശത്തിൽ മായം കലർത്താൻ ഒരാളെയും അനുവദിക്കില്ല എന്ന ദൃഢമായ തീരുമാനത്തോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും മദീനയിൽ വന്നതാണ്. അങ്ങനെ മദീനയിൽ വന്ന മുസ്ലിമീങ്ങളുടെ ഒരുപാട് സമ്പത്ത് അബൂജഹലും അവന്റെ ആളുകളും കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മദീനയിലെങ്കിലും ഒരു സമാധാനപൂർണമായ ജീവിതത്തിന് ഇടം കൊടുക്കില്ല എന്നതായിരുന്നു ശത്രുക്കളുടെ തീരുമാനം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബിമാരെയും ഇവരുടെ സമ്പത്തിന്റെയും മെയ്യൂക്കിന്റെയും കയ്യൂക്കിന്റെയും ആ വലിയ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി വമ്പിച്ച ഒരു കച്ചവട സംഘത്തെ ഷാമിലേക്ക് പറഞ്ഞയക്കുകയാണ് അബൂജഹിൽ ചെയ്തത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം തന്നെ വമ്പിച്ച കച്ചവട മുതലുകളുമായി കൊണ്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി ഷാമിലേക്ക് പോയി. ആ കച്ചവടത്തിൽ വൻ ലാഭവുമായിട്ടാണ് അബൂ സുഫിയാനും സംഘവും തിരിച്ചു വരുന്നത്. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ബദറിന്റെ സാഹചര്യമാ പറയുന്നത്. ആ കച്ചവട സംഘം മടങ്ങി വരുമ്പോൾ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കിട്ടി. വമ്പിച്ച ലാഭവും കൊയ്തെടുത്തുകൊണ്ട് കച്ചവട സംഘം തിരിച്ചു വരികയാണ്. പാവങ്ങളായ സഹാബിമാരുടെ ധനം കൂടിയുണ്ടവരുടെ കയ്യിൽ. മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ ഈ പണം ഇവിടെ ഇട്ടുകൊണ്ടല്ലാതെ നിനക്ക് പോകാനാവില്ലെന്ന് പറഞ്ഞപ്പോൾ പണം ഞങ്ങൾക്ക് പുല്ലാണ്, ആദർശമാണ് ഞങ്ങൾക്ക് വലുതെന്ന് പ്രഖ്യാപിച്ച ധീരരായ സഹാബത്ത് അവരുടെ പണം കൂടി മക്കയിൽ ഉപേക്ഷിച്ചു കൊണ്ടുപോയപ്പോ അതും കൂടി ഈ അബൂജഹലിന്റെയും അവന്റെ അനുയായികളുടെയും കൈപ്പിടിയിൽ അമർന്നിരുന്നു. അതും വാരിക്കൂട്ടിയിട്ടാണ് അവർ കച്ചവടത്തിന് പോയിട്ടുള്ളത്. ആ കച്ചവട മുതലുമായിട്ട് വൻ ലാഭവുമായി തിരിച്ചു മക്കയിലെത്തിയാൽ ആ പണത്തിന്റെ ഹുങ്ക് കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അവിടുത്തെ ആദർശത്തെയും തകർക്കാൻ അവർ ഉപയോഗപ്പെടുത്തും എന്നതുകൊണ്ട് വഴിക്ക് വെച്ച് ആ കച്ചവട സംഘത്തെ തടയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. ആ കച്ചവട സംഘത്തെ തടയലായിരുന്നു ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു യുദ്ധത്തിന് ആഹ്വാനം നൽകിയില്ല. അവിടുന്ന് പറഞ്ഞത്, ആയുധമുള്ളവർ ഉള്ള ആയുധം കൊണ്ട് പുറപ്പെടട്ടെ, ഇന്നൊരു ലക്ഷ്യത്തിനാണ് നമ്മൾ പോകുന്നത്, നമുക്ക് അല്ലാഹു വിജയം നൽകിയേക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു. പക്ഷേ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഈ കച്ചവട സംഘം ഈ കാര്യം മണത്തറിഞ്ഞപ്പോൾ അവൻ സാധാരണ മക്കയിലേക്ക് മടങ്ങുന്ന വഴി മാറ്റിക്കൊണ്ട് മറ്റൊരു കുറുക്ക് വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്.
ഈ വിവരം മക്കയിൽ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സൈന്യവും വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ, അബൂജഹൽ അടക്കമുള്ള ആളുകളോട് പറഞ്ഞു, ഒരു തിരിച്ചടിക്ക് നമ്മൾ പോകേണ്ട, നമ്മളേതായാലും രക്ഷപ്പെട്ട് നമ്മുടെ സമ്പത്തുമായി രാജ്യത്തെത്തിയില്ലേ, അതുകൊണ്ട് ഇനി നേരിടാൻ നമ്മൾ പോകേണ്ടതില്ല, നമ്മൾ ബദറിലേക്ക് പുറപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ധിക്കാരിയായ അഹങ്കാരിയായ അബൂജഹലിന് ആ തീരുമാനത്തോട് യോജിപ്പില്ലായിരുന്നു. അവൻ പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, ബദറിലേക്ക് പുറപ്പെടണം, മുഹമ്മദിനെ വകവരുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബിമാരെ വകവരുത്തണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇവിടെ വളരാൻ അനുവദിച്ചുകൂടാ. കട്ടായം പറഞ്ഞുകൊണ്ട് അബൂജഹിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. വമ്പിച്ച ഒരു പടയെയും കൊണ്ട്, 1000-ഓളം വരുന്ന സംഘത്തെയും കൊണ്ട് ഇറങ്ങുന്ന നേരത്ത് അതാ പരിശുദ്ധ കഅബാലയത്തിന്റെ ഖില്ല പിടിച്ചുകൊണ്ട് ആ കഅബയുടെ സമീപത്ത് പോയി നിന്നുകൊണ്ട് അബൂജഹിൽ ദുആ ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുന്നത് അബൂജഹിലാണ്, പ്രാർത്ഥിക്കുന്നത് കഅബാലയത്തിന്റെ സമീപത്ത് വെച്ചാണ്. ആ കഅബക്ക് സമീപത്ത് നിന്നുകൊണ്ട് അബൂജഹിൽ പ്രാർത്ഥിക്കുന്നത് ഇതാ, ഞങ്ങൾ പോരാട്ടത്തിന് പോകുന്നു, ഞങ്ങളിൽ ആരാണ് സത്യത്തിന്റെ കക്ഷി എന്ന് ഇറയോനെ നിനക്കറിയാം, നീ സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിച്ചുകൊണ്ട് അസത്യത്തിന്റെ ആളുകളെ നീ പരാജയപ്പെടുത്തി അവരെ നിന്ദിക്കണമേ എന്ന് അബൂജഹിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ബദറിലേക്ക് ഇറങ്ങുമ്പോൾ പോലും പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചവനാണ് അബൂജഹിൽ. പടച്ചവനോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനല്ല അബൂജഹിൽ. പടച്ചവനോടും പ്രാർത്ഥിക്കണം, പടപ്പുകളോടും പ്രാർത്ഥിക്കണം എന്ന വ്യത്യാസമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അവന്റെയും ആദർശത്തിന്റെ മുഖ്യവശങ്ങളിൽ ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അബൂജഹലും അവന്റെ അനുയായികളും അള്ളാഹുവിനോടും അവർ തേടുന്നു, ലാത്തയോടും തേടുന്നു, ഇബ്രാഹീമിനോടും ഇസ്മായിലിനെയും അവർ കാര്യസാധ്യത്തിന് സമീപിക്കുന്നു. അവർ പക്ഷേ ഈ സന്നിഗ്ധ ഘട്ടത്തിനൊരുങ്ങുന്ന നേരത്ത് അവരെല്ലാത്തിനെയും വിട്ട് അള്ളാഹിനോടാ പറഞ്ഞത്. കഅബയുടെ സമീപത്ത് വെച്ചല്ലേ അബൂജഹിൽ പ്രാർത്ഥിച്ചത്. ആ കഅബക്കകത്ത് അന്ന് ധാരാളക്കണക്കിന് വിഗ്രഹങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കഅബക്കകത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം അന്നുണ്ട്, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വിഗ്രഹം അന്നുണ്ട്. അങ്ങനെ ധാരാളം വിഗ്രഹങ്ങൾ ആ കഅബയുടെ സമീപത്തും പരിസരങ്ങളിലും അകത്തുമൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ടും അവിടെ വെച്ച് ദുആ ചെയ്യുമ്പോൾ പോലും അബൂജഹിൽ അള്ളാഹിനോടാണ് ദുആ ചെയ്യുന്നത്. കാരണം അവന്റെയും ഉള്ളിന്റെ ഉള്ളിലുണ്ട്, പ്രയാസം വരുന്ന ഘട്ടത്തിൽ രക്ഷിക്കാൻ അല്ലാഹയല്ലാതെയില്ല. അതുകൊണ്ടാണ് അറേബ്യൻ മുശ്രിക്കുകൾ പോലും കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റും കോളും വന്ന് സമുദ്രത്തിൽ വെച്ച്, കടലിൽ വെച്ച് വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന ഘട്ടം വന്നാൽ ഖുർആൻ അവരെ സംബന്ധിച്ചു പറയുന്നുണ്ട്, വഇദാ ഗശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. തിരമാലകൾ അവരെ വന്ന് ആവരണം ചെയ്താൽ അവരതാ വിളിക്കുന്നു, അള്ളാനെ വിളിക്കുന്നു. കരയിൽ വെച്ച് മറ്റു പലരോടും പ്രാർത്ഥിക്കുന്ന അബൂജഹിലും അനുയായികളും അതാ കടലിൽ അതാ പ്രയാസം വന്നു കഴിഞ്ഞാൽ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ബദരീങ്ങളുടെ മുഖ്യ ശത്രുവായ അബൂജഹിലും അവന്റെ അനുയായികളും അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന കക്ഷികളല്ല. അവര് അള്ളാഹിനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബദറിലേക്ക് ഇറങ്ങുമ്പോൾ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കടലിൽ വെച്ച് ബുദ്ധിമുട്ടുണ്ടായപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ബദരീങ്ങളും അവരും തമ്മിലുള്ള മുഖ്യമായ പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം എന്താണ്? ബദരീങ്ങളും ബദരീങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല ഏത് ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല, റബ്ബിന് വേണ്ടിയല്ലാതെ നേർച്ച ചെയ്തിട്ടില്ല, റബ്ബിന് വേണ്ടിയല്ലാതെ അറിവ് നടത്തിയിട്ടില്ല. ആ നിലക്ക് തൗഹീദിന്റെ കറകളഞ്ഞ കൃത്യമായ വിശ്വാസം മനസ്സിൽ കൊണ്ടു കിടക്കുന്നവരായിരുന്നു ബദരീങ്ങൾ റളിയല്ലാഹു അൻഹു. അവരുടെ മുഖ്യ ശത്രുവായിരുന്ന അബൂജഹലും അവന്റെ അനുയായികളും